കഴിഞ്ഞ വർഷം ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്പാദിച്ചത് $1.2 ബില്യൺ. ഗവൺമെന്റ് എത്തിക്സ് ഓഫീസ് പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലാണ് ട്രംപിന്റെ ആസ്തി വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നിക്ഷേപകർക്ക് വൻ നഷ്ടം നേരിട്ടപ്പോഴാണ് ട്രംപ് കോടികളുടെ ലാഭം സ്വന്തമാക്കിയത്. അധികാരമേൽക്കുമ്പോൾ കേവലം സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്ന സംരംഭങ്ങൾ പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളെക്കാൾ വലിയ വരുമാനമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ശതകോടീശ്വരന്മാരായ നിക്ഷേപകരുടെ കടന്നുവരവും ക്രിപ്റ്റോ മേഖലയിലെ ഫെഡറൽ നിയന്ത്രണങ്ങൾ ട്രംപ് തന്നെ ഇടപെട്ട് ഒഴിവാക്കിയതുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന സ്ഥാപനത്തിലൂടെ ഗവേണൻസ് ടോക്കണുകൾ വിറ്റഴിച്ച് $500 ദശലക്ഷത്തിലധികം അദ്ദേഹം നേടിയത്. ഇതിനു പുറമെ CIC ഡിജിറ്റൽ LLC എന്ന മറ്റൊരു ക്രിപ്റ്റോ കമ്പനിയിലൂടെ തന്റെ മുഖം പതിപ്പിച്ച സ്മരണികകളെയും മീം കോയിനുകൾ വിറ്റ് $600 ദശലക്ഷത്തിലധികം സ്വന്തമാക്കി. എന്നാൽ ഈ ടോക്കണുകളുടെയും കോയിനുകളുടെയും മൂല്യം പിന്നീട് കുത്തനെ ഇടിയുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ മുൻപെങ്ങുമില്ലാത്ത വിധം സ്വന്തം പേരിലുള്ള ബൈബിൾ, ഷൂസുകൾ, മറ്റു ചെറുകിട ഉൽപ്പന്നങ്ങൾ എന്നിവ വിറ്റഴിച്ചും കഴിഞ്ഞ വർഷം ട്രംപ് ദശലക്ഷക്കണക്കിന് സമ്പാദിച്ചു. ട്രംപ് ബ്രാൻഡ് വാച്ചുകളുടെ വിൽപ്പനയിലൂടെ മാത്രം $4.7 ദശലക്ഷം ലഭിച്ചത്. കഴിഞ്ഞ ജനുവരിയിൽ അധികാരമേറ്റ ശേഷം പ്രസിഡന്റിന്റെ സമ്പത്തിൽ ഉണ്ടായ വൻ വർധനയാണ് 927 പേജുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകൾക്കും ഗുണകരമായിട്ടുണ്ട്. തന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മക്കളാണെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഫോബ്സ് മാഗസിന്റെ കണക്കുകൾ പ്രകാരം 2024 $2.3 ബില്യൺ ആയിരുന്ന ട്രംപിന്റെ ആസ്തി ഇപ്പോൾ $6 ബില്യൺ ഉയർന്നു. ക്രിപ്റ്റോ മേഖലയ്ക്ക് പുറമെ ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കഴിഞ്ഞ വർഷം വൻ കുതിച്ചുചാട്ടമുണ്ടായി. വിദേശ രാജ്യങ്ങളിലെ പുതിയ ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അമേരിക്കയുമായി താരിഫ്, സൈനിക സഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുന്ന രാജ്യങ്ങളിലാണ് ഈ ബിസിനസ്സുകളിൽ പലതും നടക്കുന്നത്. UAE ഒരു പ്രോജക്റ്റിൽ നിന്ന് $10.4 ദശലക്ഷം, സൗദി അറേബ്യയിൽ നിന്ന് $9 ദശലക്ഷം ട്രംപിന്റെ കമ്പനിക്ക് ലഭിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് $5 ദശലക്ഷം വീതവും നേടി. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള മാർ-എ ലാഗോ എസ്റ്റേറ്റിൽ നിന്ന് $77 ദശലക്ഷം ലഭിച്ചത്. മുൻ വർഷത്തേക്കാൾ 50% വർധനയാണിത്. അധികാരമേറ്റ ശേഷം ക്രിപ്റ്റോ വ്യവസായത്തോടുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ കർശന നിലപാടുകൾ ട്രംപ് തിരുത്തിയിരുന്നു. വേൾഡ് ലിബർട്ടി ഗവേണൻസ് ടോക്കണുകൾ വിൽക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ റെഗുലേറ്റർമാർ ഇതിലെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓഹരികളിൽ നിന്ന് വ്യത്യസ്തമായ ഈ ടോക്കണുകൾ കമ്പനിയിൽ ഉടമസ്ഥാവകാശം നൽകുന്നില്ലെന്നും മൂല്യം കണക്കാക്കാൻ ബുദ്ധിമുട്ടാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ചൈനീസ് കോടീശ്വരനായ ജസ്റ്റിൻ സൺ ഉൾപ്പെടെയുള്ളവർ വൻ തുകയ്ക്കാണ് ഇവ വാങ്ങിയത്. $75 ദശലക്ഷം ടോക്കണുകളും $200 ദശലക്ഷം മീം കോയിനുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. നിക്ഷേപകരെ കബളിപ്പിച്ചതിന് ജസ്റ്റിൻ സണ്ണിനെതിരെ ഉണ്ടായിരുന്ന ഫെഡറൽ കേസ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മരവിപ്പിക്കുകയും പിന്നീട് $10 ദശലക്ഷം പിഴയൊടുക്കി ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ കേസും ട്രംപിന്റെ ബിസിനസ്സിലെ നിക്ഷേപവും തമ്മിൽ ബന്ധമില്ലെന്നാണ് ജസ്റ്റിൻ സൺ വ്യക്തമാക്കുന്നത്. 2025 ജനുവരിയിൽ പുറത്തിറക്കിയ സമയത്ത് $74 ഉണ്ടായിരുന്ന മീം കോയിന്റെ വില ഇപ്പോൾ വെറും $1.68 ഇടിഞ്ഞു. സെപ്റ്റംബറിൽ വ്യാപാരം ആരംഭിച്ച വേൾഡ് ലിബർട്ടി ടോക്കണുകളുടെ മൂല്യത്തിൽ 80% ഇടിവാണുണ്ടായത്. അതേസമയം ട്രംപ് തന്റെ ബിസിനസ്സുകൾ മക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ താൽപര്യം മുൻനിർത്തി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നുമാണ് വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നത്. വിദേശത്തെ ഇടപാടുകൾ സ്വകാര്യ കമ്പനികളുമായാണെന്ന് ട്രംപ് ഓർഗനൈസേഷനും പ്രതികരിച്ചു. വിയറ്റ്നാമിലെ പുതിയ റിസോർട്ടിനായി $5 ദശലക്ഷം ട്രംപ് നേടിയത്. ഇതിന് പിന്നാലെ വിയറ്റ്നാമിന് അമേരിക്ക താരിഫ് ഇളവുകൾ നൽകിയിരുന്നു. ഖത്തറിന് നൂതന സാങ്കേതിക വിദ്യകളും സൗദി അറേബ്യയ്ക്ക് യുദ്ധവിമാനങ്ങളും അമേരിക്ക കൈമാറിയതും ഈ ബിസിനസ് ഇടപാടുകൾക്ക് ശേഷമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.